NAS English lesson number 40. The Road Not Taken. The Road Not Taken is a poem written by the famous American poet Robert Frost. പ്രശസ്ത അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ കവിതയാണ് ഇനിയും ഞാൻ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴി. ഇതിൽ രണ്ട് അർത്ഥങ്ങളുണ്ട്, ഒരു അക്ഷരാർത്ഥവും ഒരു അന്തരാർത്ഥവും, ഒരു ഇന്നർ മീനിങ് നമുക്ക് കാണാൻ കഴിയും. കവി തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് പറയുക, താൻ സഞ്ചരിച്ച വഴിയായിട്ട്. Two roads diverged in a yellow wood, and sorry I could not travel both and be one traveler long I stood. രണ്ട് വഴികൾ ഒരു മഞ്ഞമരക്കാട്ടിൽ രണ്ടായി പിരിഞ്ഞു, എനിക്കൊരേ സമയം രണ്ട് വഴികളിലൂടെയും സഞ്ചരിക്കാനാവതില്ല, ഞാൻ ഏകനാം യാത്രികൻ. ലോങ് ഐ സ്റ്റുഡ് ആൻഡ് ലുക്ക്ഡ് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ്. ഏറെ നേരം ഞാൻ അവിടെ തന്നെ നിന്നു, എന്നിട്ടൊരു വഴിയിലേക്ക് നോക്കി, എന്നെക്കൊണ്ട് കണ്ണെത്താ ദൂരത്തോളവും. ടു വേർ ഇറ്റ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത്, അത് എങ്ങോട്ടാണ് താഴെ പൊന്തക്കാടുകൾക്കിടയിലേക്ക് മറഞ്ഞു പോകുന്നത് എന്നറിയാൻ ആകാംക്ഷാഭരിതനായി. ഇതാണ് ഈ ആദ്യത്തെ 4 വരി, 4 അല്ല 5 വരി ഫസ്റ്റ് സ്റ്റാൻസയിലെ ആശയം. ജീവിതത്തെയാണ് യാത്രയായി പരിഗണിക്കുന്നതെന്നും മഞ്ഞമരം കാടുണ്ടാകുന്നത് ഇല പൊഴിയുന്ന നാളുകളിലാണെന്നും നമുക്കറിയാം. ഇല പൊഴിയുന്നത് ഒരു പ്രതീകമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത ഘട്ടമാണ് ശിശിരകാലം, അതിനുശേഷം മഞ്ഞുകാലം, ഹേമന്തകാലം വരാൻ പോകുന്നു. ഇലകളെല്ലാം പൊഴിഞ്ഞു പോയി, ഇലകളൊന്നുമില്ലാതെ മരത്തിന്റെ കമ്പ് മാത്രമായി നിൽക്കുന്ന മഞ്ഞുകാലത്തിലേക്ക് ഒരു ദശയിൽ നിന്ന് മറ്റൊരു ദശയിലേക്കുള്ള ജീവിതത്തിന്റെ പ്രയാണത്തിന്റെ സൂചനയായിട്ടാണ് ഈ മഞ്ഞമരക്കാടുകളെ തന്നെ, ഈ യെല്ലോ വുഡിനെ തന്നെ കവി ഇവിടെ സിംബോളിക് ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിൽ നമുക്കും അങ്ങനെയൊക്കെയാണ്. ഓരോ ദശാസന്ധികളിലും പിന്നിടുമ്പോൾ അതുവരെ നമ്മൾ ചെയ്തിരുന്ന, അനുവർത്തിച്ചിരുന്ന പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു പാത നമ്മൾ സ്വീകരിക്കേണ്ടി വരും, ഒരു വഴിത്താര നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അത് നമ്മുടെ അക്കാദമിക് കരിയറിൽ നിന്ന് തൊഴിലിലേക്ക് കയറുന്നതാകാം, അല്ലെങ്കിൽ അക്കാദമിക് കരിയറിലെ പുതിയൊരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുന്നതാകാം, ഏതുമാകാം. അപ്പോൾ നാളതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഏത് ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? വിച്ച് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഐ ഹാവ് ഇൻ ഫ്രണ്ട് ഓഫ്? നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഐ ഹാവ് 2 ഡിഫറെന്റ് ഡൈവേർഷൻസ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഐ ഹാവ് ടു കണ്ടിന്യൂ മൈ ജേർണി എന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിന് മുന്നിൽ എത്താറുണ്ട്. എല്ലായ്പ്പോഴും ഈ നിമിഷങ്ങളിൽ അല്പനേരം മനുഷ്യർ പകച്ചു പോകും. ഒരു ധർമ്മസങ്കടം, ഏതിലേ പോകണം, എല്ലാ വഴികളും, ഏതാണ് എനിക്ക് നന്മ വരുത്തുക, ഏതാണ് എനിക്ക് മോശം വരുത്തുക, അറിയാത്ത ആശങ്കകൾ. ഇതാണ് ഈ ആദ്യത്തെ സ്റ്റാൻസയിൽ പങ്കുവയ്ക്കുന്നത്. എന്നാലും നമ്മെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയുന്നിടത്തോളവും കണ്ണെത്താ ദൂരത്തോളവും നമ്മൾ അന്വേഷിക്കും. ആദ്യത്തെ വഴി അങ്ങനെ അന്വേഷിച്ചപ്പോൾ കവിക്ക് തോന്നി അത് തെളിഞ്ഞു കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും പോകുന്ന വഴിയാണ്. രണ്ടാമത്തെ വഴി കാട് പിടിച്ച് കിടക്കുന്നു, പുല്ല് പിടിച്ച് കിടക്കുന്നു, അതിലധികം പേര് സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ കവി സാഹസികനായതുകൊണ്ട്, അഡ്വഞ്ചർ ലവിങ് പേഴ്സൺ ആയതുകൊണ്ട് അദ്ദേഹം രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. ദെൻ took the other as just as fair. എനിക്കിതേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടാമത്തെ വഴി ഫെയർ ആണ് എന്ന്, നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ട്, ഇതിനിഷ്ടമാണ് എൻ്റെ സ്വഭാവത്തിന് എന്ന് തോന്നിയത് കൊണ്ട് കവി അതെടുത്തു, എടുത്തു. ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലെയിം, എനിക്ക് പറയാൻ എൻ്റെതായ ബെറ്ററായ പല ക്ലെയിമുകളും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ, കാരണം അത് പുല്ല് പിടിച്ച് കിടന്നിരുന്നു, അതിന് ഇനിയും തേയ്മാനം ആവശ്യമുണ്ടായിരുന്നു. ദോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദർ, അതിലെ പലരും കടന്നുപോയിരുന്നെങ്കിലും ഹാഡ് വോണ്ട് ദം റിയലി അബൌട്ട് ദ സെയിം, അതിനെ പഴയപടി തന്നെ നിലനിർത്തിയിരുന്നു. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ്, അന്ന് രാവിലെയും കൂടെ, ഈക്വലിലെ തുല്യമായി തന്നെ കിടന്നിരുന്ന വഴികളിൽ, ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്, ആ ഇലകളിൽ ഒരു കാൽച്ചുവട് കൊണ്ടുപോലും ആരും ചവിട്ടി കറുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ, ഞാൻ ആദ്യത്തെ വഴി പിന്നീടത്തേക്ക് മാറ്റിവെച്ചു. യെറ്റ് നോയിങ് ഹൗ വെൽ ഇറ്റ്സ് ഓൺ ടു വേ, ഒരു വഴി എങ്ങനെയാണ് മറ്റൊരു വഴിയിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ടുകൂടി. ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്, ഞാൻ എന്നെങ്കിലും തിരികെ വരുമോ എന്ന് ഞാൻ സംശയിച്ചു. ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സൈ, ഞാൻ ഇത് പറയുന്നത് എങ്ങനെയെന്നറിയോ? ഒരു നെടുവീർപ്പോടെ. ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സൈ സംവെയർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ്, എവിടെയോ യുഗങ്ങൾക്കപ്പുറത്ത്. 2 roads diverged in a wood, 2 വഴികൾ ഒരു മഞ്ഞമരക്കാട്ടിൽ രണ്ടായി പിരിഞ്ഞു. ആൻഡ് ഐ took the one less traveled by, അധികം ആൾക്കാർ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴി ഞാൻ തിരഞ്ഞെടുത്തു. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്, അത് എല്ലാ വ്യത്യാസങ്ങൾക്കും കാരണമായി. ഇതാണ് പറയുക.
തന്റെ ജീവിതത്തില് കവിയാകാൻ മോഹിച്ചു അദ്ദേഹം. പക്ഷേ തനിക്ക് മറ്റ് ധാരാളം തെളിഞ്ഞ സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും റോബർട്ട് ഫ്രോസ്റ്റ് അമേരിക്ക കവികൾക്ക് പറ്റിയ നാടേ അല്ലായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് സഞ്ചരിച്ചു. ഇംഗ്ലണ്ടിൽ ചെന്ന് തന്റെ കാവ്യ ലോകം പടുത്തുയർത്തി. പ്രശസ്തിയും പേരും നേടിയ ശേഷം വീണ്ടും അദ്ദേഹം തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ റോബർട്ട് ഫ്രോസ്റ്റ് ഇന്ന് ലോകം അറിയപ്പെടുന്ന കവിയാണ്. തന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തെറ്റൊന്നും പറയുന്നില്ല, നല്ലത് തന്നെ. ഞാനെടുത്ത വഴിയാണ് എനിക്ക് അതിന് കാരണമായത്. ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ. എനിക്ക് അങ്ങനെ ആ കാലഘട്ടത്തിൽ അധികം പേര് ആ പാത സ്വീകരിച്ചിരുന്നില്ല. അതെന്റെ ജീവിതത്തിൽ ഈ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. കവി മനസ്സിൽ പിന്നീട് പോകാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചതാ. പിന്നീടത്തേക്ക് മാറ്റിവെച്ച ആ ഒന്നാമത്തെ വഴിയുണ്ടല്ലോ, അതിലേ പോകാൻ ഒരിക്കലും കവിക്ക് കഴിഞ്ഞില്ല എന്ന സങ്കടം ഈ കവിതയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു ഇത് നടപ്പില്ല എന്ന്. കാരണം യെറ്റ് നോയിങ്, ഈ സത്യം അറിഞ്ഞിരുന്നതിലൂടെ എ വേ ലീഡ്സ് ഓൺ ടു വേ, ഒരു വഴി മറ്റൊന്നിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്ന സത്യം എനിക്കറിയായിരുന്നു. എന്നിട്ടും നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ, ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്, ഞാൻ എന്തെങ്കിലും തിരികെ വരുമോ എന്ന് ഞാൻ സംശയിച്ചു. ഇത് പറയുമ്പോഴും കവിയുടെ മനസ്സിലൊരു നെടുവീർപ്പുണ്ട്, ഒരു ദുഃഖസാന്ദ്രമായ ഒരു അംശം കിടപ്പുണ്ട്. ഒരു SIGH നെടുവീർപ്പ്. കഷ്ടം, സാധിച്ചില്ല എന്ന ആ നെടുവീർപ്പ്. സംവേർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ്, എവിടെയോ യുഗങ്ങൾക്കപ്പുറത്ത്. ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ്, രണ്ട് വഴികൾ ഒരു മഞ്ഞമരക്കാട്ടിൽ രണ്ടായി പിരിഞ്ഞു. ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ, അധികം ആൾക്കാർ സഞ്ചരിക്കാത്ത വഴി ഞാൻ തെരഞ്ഞെടുത്തു. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ എല്ലാ വ്യത്യാസങ്ങൾക്കും കാരണമായത് അതാണ്, ആ തെരഞ്ഞെടുപ്പാണ്. ദാറ്റ് ഡിഫറെന്റ് ചോയ്സ്. ഡൈവേർജഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആൻഡ് ടുക്ക് എ ഡിഫറെന്റ് ഡയറക്ഷൻ. യെല്ലോ വുഡ് എന്ന് പറഞ്ഞാൽ എ ഫോറസ്റ്റ് വിത്ത് ഡികമ്പോസിംഗ് ലീവ്സ്. അണ്ടർഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഡെൻസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ബുഷസ്. വൺസ് the poet was walking down a road and then there was a diversion. There were two different paths and he had to choose any one out of them. അവയുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് ഡൈവേർഷനുകളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കണമായിരുന്നു. The poet says that as he was one person, താൻ ഒരേ ഒരു വ്യക്തിയായതിനാൽ he could not travel on any particular road. Yellow wood here means a forest with the leaves which are wearing out and they have turned yellow in color. It was autumn season. Autumn seasonൽ ഇലകൾ മഞ്ഞ നിറമാവുകയും കൊഴിഞ്ഞു പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യും. The poet keeps standing there and looked at the path very carefully as far as he could. അദ്ദേഹത്തിന് കഴിയുന്നത്രയും ദൂരേക്ക് കണ്ണെത്തിച്ച് നോക്കി. Before taking the path, ആ വഴി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് he wanted to know how it was, ആ വഴി എങ്ങനത്തേതായിരുന്നു എന്നറിയാൻ കവിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. Was it suitable for him or not? തനിക്കത് ഇണങ്ങുമോ ചേരുമോ എന്നും അദ്ദേഹത്തിന് അറിയണമായിരുന്നു. ഓരോരുത്തരുടെയും സ്വഭാവത്തിന് ഇണങ്ങണമല്ലോ തിരഞ്ഞെടുക്കുന്ന വഴികൾ. അതെ, കവി അതിനും വേണ്ടി വെയിറ്റ് ചെയ്തു. He was able to see the path till from where it curved, after which it was covered with trees and was hidden. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് തെളിഞ്ഞതായിരുന്നു എങ്കിലും ഒരു പരിധിക്കപ്പുറം കഴിയുമ്പോൾ പൊന്തക്കാടുകളും മരങ്ങളും കൊണ്ട് മറഞ്ഞു കിടക്കുന്ന വഴിയായിരുന്നു. It happens in our life also. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. When we have a choice, we have alternatives. നമുക്ക് ഒരു ചോയ്സ് എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മുന്നിൽ ബദൽ മാർഗങ്ങളും കടന്നു വരും. ഇതിൽ ഏതെടുക്കണം? But we have to choose only one out of them. അവയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമേ നമുക്ക് എടുക്കാൻ സാധിക്കും. We take them time to think about the pros and cons of the two choices in front of us. നമ്മുടെ മുന്നിലുള്ള ആ ചോയ്സസിന്റെ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആലോചിക്കും. അതിന് സമയമെടുക്കും. We take a decision finally and which about the path which we should have to choose. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പാത ഏതാണ് എന്നതിനെ കുറിച്ച്. ഫെയർ, എനിക്കത് ഫെയർ ആയിട്ട് തോന്നി, നീതിനിഷ്ഠമായിട്ട് തോന്നി, ഗുഡ് ആണ് അല്ലെ മറ്റേതിനേക്കാളും എന്ന് തോന്നി. ക്ലെയിം, ബെറ്റർ ഓപ്ഷൻ, അവകാശവാദം. ഗ്രാസി, അൺയൂസ്ഡ്. ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വാണ്ടഡ് വെയർ എന്ന വരികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വാണ്ടഡ് വെയർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല. The poet kept on looking at the path for a long time to check if it is a right path for him or not, and then he made his decision. തനിക്ക് പറ്റിയ വഴിയാണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തീരുമാനമെടുത്തു. He started walking on another path. ആദ്യത്തെ വഴി വേണ്ടാന്ന് വെച്ചിട്ട് രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. Because he felt that both paths were equally good. രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. പക്ഷേ he felt the first road was comparatively better for him. ഒന്നാമത്തേതിനേക്കാൾ എൻ്റെ സ്വഭാവത്തിന്, എൻ്റെ സാഹസിക മനോഭാവത്തിന് ഇണങ്ങുന്നത് കാട് പിടിച്ചു കിടക്കുന്ന ഈ വഴിയാണ് എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അങ്ങനെ തിരഞ്ഞെടുത്തു. So he chooses it. He says that it was grassy and wandered where it was unused. Not many people had walked on this path earlier
That is why this path was grassy. And wanted where means that it was not walked over by many people. Even in our life, we take any path or option, but all of them have the same benefit, disadvantages, problems, challenges, and we must face them. ജീവിതത്തിൽ നമ്മൾ എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. പാത തിരഞ്ഞെടുക്കുമ്പോൾ ചലഞ്ചസ് ഉണ്ടാകും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകും, കുറച്ചൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും. ബട്ട് വി ഹാവ് ടു ഫേസ് ഓൾ ദീസ് തിങ്സ്. മൂന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത്, the poet says that both the paths were similar that morning. ഇറങ്ങുന്ന അന്ന് രാവിലെയും കൂടെ സിമിലറായി കിടന്നിരുന്നു രണ്ട് വഴികളും. Both had leaves on them and no one had stepped on them as they were still green in color. ഒരാളും കാലുകൊണ്ട് ഒരു കാൽച്ചുവട് കൊണ്ട് പോലും റോഡ് ബ്ലാക്ക് ചെയ്തിട്ടില്ല, ചവിട്ടി കറുപ്പിച്ചിട്ടില്ല, അതിപ്പോഴും പച്ചയായിട്ട് തന്നെ കിടക്കുന്നു. He decided that the day he would take one path and keep the other path for another day. ഇന്നിപ്പോൾ തൽക്കാലം ഈ വഴിയെ പോകാം, മറ്റേത് സമയം പോലെ മറ്റൊരു ദിവസം പോകാം. Although he knew, അയാൾക്ക് ഈ കാര്യം അറിയായിരുന്നു, that one way leads on to another, ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നതാണെന്ന്. He knew that he could not go back on the choice that he had made. താൻ എടുത്ത ചോയ്സിനെ കുറിച്ച് തിരിച്ചു പോകാനായിട്ട് കഴിയില്ല എന്ന് അയാൾക്ക് അറിയായിരുന്നു. Similarly, even in our life, once we choose an option, we must keep on moving ahead with that option, and we never get a chance to come back and take the other option what he had left earlier. നേരത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ വഴിയിലേക്ക് പിന്നീട് വരാൻ കഴിയില്ല എന്ന് കവിക്ക് അറിയാമായിരുന്നു. He says that in the future he will take a deep breath and say, ഭാവിയിൽ ഞാൻ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറയും, അങ്ങനെ ഒരു കാലത്ത് once upon a time he had reached a point in life that there were two options for him and he traveled on that road. രണ്ട് വഴികൾ എൻ്റെ മുന്നിൽ ഓപ്ഷനായി വന്നപ്പോൾ ഞാൻ ഒരെണ്ണം തിരഞ്ഞെടുത്ത് സഞ്ചരിച്ചു, which had been traveled upon by lesser number of people. That decision really decided his future. ആ ഡിസിഷൻ ആണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിനെ തീരുമാനിച്ചത്. Similarly, in future, when you grow up, you will say that once upon a time when you were young you had two options. നിങ്ങൾക്കും പറയാനാകും, നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് തിരഞ്ഞെടുത്തത്. Choice that you made what you became of it. നിങ്ങളെടുത്ത തീരുമാനമുണ്ടല്ലോ, that made you what you became of it. നിങ്ങളായി തീർന്ന എന്തോ അതായിക്കിയത് അതാണ് നിങ്ങളുടെ ചോയ്സ് ആണ്. This is a very strong message for all the students, that you should be wise and be careful while making choices out of the options in front of you that you have in your life, because your future depends on the choice that you make today. ഇതാണ് കവിതയുടെ ആശയം. ചോദ്യങ്ങളും ഉണ്ട്. Where does the traveler find himself? What problem does he face? യാത്രക്കാരൻ താൻ എവിടെ നിൽക്കുന്നതാണ് കണ്ടെത്തുന്നത്. Traveler saw two roads branching out in different directions. He is in a confusion that he might choose any one of the path from them. He is unable to decide which one that he has to choose. Discuss what these phrases mean. A yellow wood. The poet calls the wood yellow because it was autumn season and the leaves on the trees were yellow. What does the expression "it was grassy and I wandered where" means? It means that the path had a lot of grass on it. This means that it had not been walked over by many people. What does the expression "leaves"? In leaves no step had trodden black means? In leaves no step had trodden black means that no one had walked over the leaves as they were still green. If they had been walked over, അതിന്റെ മേളിൽ ആരും നടന്നില്ലാത്തത് കൊണ്ട്, നടന്നിരുന്നെങ്കിലോ they would have turned black, അത് കറുത്തു പോകുമായിരുന്നു. മറ്റൊരു ചോദ്യം, how way leads on to way? ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? It means that as we walk on a path we come across more options and make choices further. നമ്മളൊരു വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് മുന്നിൽ പിന്നെയും പുതിയ ചോയ്സസ് ഓപ്ഷൻസും വന്നുകൊണ്ടേയിരിക്കും. So we keep on walking ahead on that way. The journey of life is also like this. ജീവിതത്തിന്റെ യാത്രയും അങ്ങനെ തന്നെയാണ്. Is there any difference between the two roads as the poet describes them? രണ്ട് വഴികൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കവി പറയുന്നത് പോലെ the two roads were similar. First road was a very clear and attractive, but poet did not choose it. വളരെ ക്ലിയറും അട്രാക്റ്റീവ് ആയിരുന്നു, പക്ഷെ കവിയെ തിരഞ്ഞെടുത്തില്ല. He took the second road, രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു, because it was grassy and had not been walked over by many people. ഒരുപാട് ആൾക്കാർ സഞ്ചരിച്ചിട്ടില്ലാത്തതാണത്. Poet was an adventurous man also, and that's why he had chosen the second road. അതുകൊണ്ട് കവി രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. The road is the symbol of the choice that we make in our life. നമ്മുടെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന
ചോയ്സിന്റെ പ്രതീകമാണ് റോഡ്. പീപ്പിൾ റിഗ്രറ്റ് അബൌട്ട് ദ ചോയ്സ് ദേ ഹാവ് മെയ്ഡ് ഇൻ ദർ ലൈഫ്, ബട്ട് വാട്ട് ദേ ഹാവ് ഡൺ വൺസ് കനോട്ട് ബി അൺഡൺ. ഒരിക്കലും അവർ ചെയ്ത കാര്യം ഇല്ലായ്മ ചെയ്യാൻ, അൺഡു ചെയ്യാൻ അവർക്ക് കഴിയില്ല. മെനി യോൺസ് ഫോർ വാട്ട് ഹി ഹാസ് ഡിനൈഡ് ഹിംസെൽഫ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ടത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റാദർ ദാൻ വാട്ട് ഹി ഹാസ് ചോസൺ. താൻ തെരഞ്ഞെടുത്തത് അഭിമാനിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നതിന് പകരം. ഹെൻസ് ദ പോയറ്റ് ഹാസ് ഗിവൺ ദിസ് പോയം ദ ടൈറ്റിൽ ദ റോഡ് നോട്ട് ടേക്കൻ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കവി ഈ കവിതയ്ക്ക് എങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്, സഞ്ചരിക്കാത്ത വഴി എന്ന്.